ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? ആദ്യം ചോദ്യം കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എല്ലാവരുടെ എല്ലാവിധ ലാംഗ്വേജിലും നീ കൂടെയുണ്ട്. നിനക്ക് സ്വന്തമായിട്ട് ഇതിനൊന്നും താല്പര്യമില്ലേ? ആര് പറഞ്ഞു താല്പര്യമില്ലെന്ന്? എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ടെന്നങ്ങ് കൂട്ടിക്കോ. എന്നിട്ടാണ് നീ ഇതുവരെ പറയാതിരുന്നത്? പറഞ്ഞേ, ആരാ കക്ഷി? ഇവിടെ ഉള്ളതോ അതോ നാട്ടിലുള്ളതോ? ആ, ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. ഇവിടെ ഉള്ളതാ? രഞ്ജിനിയാണോ? ചെപ്പോടാ. ആതിര? ഹേയ്. ശ്രുതി? ഞാൻ പറയാം ആരാ കക്ഷിന്ന്. നയൻതാര. അല്ലടാ, ഇതിനേക്ക് ആർക്ക് വേണേലും അങ്ങോട്ട് പ്രേമിക്കാം. ഇങ്ങോട്ട് കിട്ടാനാണ് പണി. ദേ ഞാൻ തന്നെ കഴിഞ്ഞ മാസം ഒരുത്തി വിട്ടത് ആസിൻ. ഇനിയിപ്പോ പുതിയൊരാളെ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഒരു ലൈൻ. എടാ റോയ്, നിന്റെ കക്ഷി ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡോക്ടർക്ക് ഇന്ന് മുതൽ പണി തുടങ്ങാം. നിനക്ക് മനസ്സിലായോ അവൻ എന്താ പറഞ്ഞിട്ട് പോയതെന്ന്? എടാ, നമ്മുടെ റോയുടെ എതിർകക്ഷിയില്ലേ, ഡെവിൾ, ക്യാമ്പസ് ഡെവിൾ, അവള് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. നിനക്ക് പണിയായി മോനെ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ കാറിനോട് മത്സരിച്ച് ജയിക്കാൻ തന്റെ പ്ലിമ്മത്തിന് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ തോറ്റു തന്നല്ലേ? തോറ്റ് ജയിക്കുന്നതാ എനിക്കിഷ്ടം. അപ്പൊ ഓക്കെ, നമുക്ക് വൈകുന്നേരത്തെ ട്രിപ്പിൽ കാണാം. ഓക്കെ, ബൈ. പാതിരക്കുഴി, നിക്ക്. താനെന്താ ഇവിടെ? മനസ്സിലായില്ല? അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? എന്തായാലും താൻ ആളാകെ അങ്ങ് മാറി, ഒരു കൊച്ചു ചുള്ളനായിട്ടുണ്ട്. എന്ത് പറ്റി? പുസ്തക വിൽപ്പനൊക്കെ മാറ്റി വെച്ച് പഠിക്കാൻ തീരുമാനിച്ചോ? ഹേയ് ഇല്ല, ഞാനിവിടെ ക്യാൻറ്റീനിലൊരു ജോലി. ഓ അങ്ങനെ, അതേതായാലും നന്നായി. എനിക്ക് പറ്റിയൊരു തണ്ടി ഇവിടെ ഇല്ലാതിരിക്കായിരുന്നു. ഈ കോളേജ് കെട്ടിടത്തിന്റെ സ്ട്രക്ചർ പോലെ തന്നെ ഇവിടുത്തെ കുട്ടികളും വെറും പഴഞ്ചേഴ്സാ. എന്തായി ഡ്രാമ ഫെസ്റ്റിവൽ? വന്നിട്ട് പറയാം. എന്റെ ഗാങ്ങാ. കാര്യങ്ങൾ അവളുമാർ അറിഞ്ഞിട്ട് എന്നെ നാസാക്കാനായി ചോദ്യം. അല്ല, ഫെസ്റ്റിവലിന് പോയിട്ട് സമ്മാനം വാരി കെട്ടിക്കൊണ്ടുവരാന്നുള്ള ഒരു ദുരുദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്തായാലും നടന്നു. മെഡ്രാസ് മൊത്തത്തിലൊന്ന് കറങ്ങി. പിന്നെ ഒന്നും കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, അസല് കൂല് കിട്ടി. താനെന്തായാലും ഇവിടെ തന്നെ കാണുമല്ലോ. നമുക്ക് വിശാലമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞാൻ ഇതെല്ലാം അങ്ങോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ഇതിന്റെ പണിഷ്മെന്റ് വേറെ കിട്ടും. ഹലോ, സീഡി ഞാൻ എടുത്തില്ല, ലാപ്പിൽ കിടക്കുക. നാളെ വരുമ്പോ കൊണ്ടുവരാം. പക്ഷെ അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല, നല്ല അലമ്പ് പ്രോഗ്രാം ആയിരുന്നു. ഇതെപ്പോ സംഭവിച്ചു? മഞ്ജു കീഴടങ്ങിയോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാ നീ ഇല്ലാത്ത സമയത്ത് ഇവിടെ നടന്നത്. കൊറേ വിശേഷങ്ങൾ നിന്നോട് പറയാനുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നീ അതത്ര ഈസി ആയിട്ടൊന്നും എടുക്കണ്ട. ആ വെങ്കിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓപ്പൺ ആയിട്ടാ റോയ്ക്ക് വേണ്ടി നിന്റെ കാര്യം ആ ഡോക്ടറോട് സംസാരിച്ചത്. അവൻ അത് ഏൽക്കുകയും ചെയ്തു. അവൻ അതിനുള്ള പണിയും ചെയ്യും. കൊടുക്ക് നീ സറണ്ടർ ആവുകയും ചെയ്യും. ഞങ്ങൾക്ക് നല്ല ഉറപ്പാ. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? അങ്ങനെ ഒരുത്തും വിചാരിച്ച വേറൊരാളെ കൊണ്ട് ഇഷ്ടമല്ലാത്തത് ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ? പിന്നെ മഞ്ജുവിന്റെ കാര്യം, അവള് വീഴാൻ നിന്നതാ. അപ്പൊ അവൻ വന്നൊരു ഉന്തു കൊടുത്ത് അങ്ങ് വീഴുകയും ചെയ്തു. അത്ര തന്നെ. ഇനിയിപ്പോ റോയുടെ കേസ്, അതിൽ കക്ഷി ഞാനല്ലേ. അവൻ ഉന്താൻ എന്റെ അടുത്തേക്കല്ലേ വരണ്ടേ? വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും നീയും ഡെവിളും തമ്മിൽ മുമ്പ് ഇത്രയും പരിചയമുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോ ഇവന്റെ കാര്യം നിനക്ക് പെട്ടെന്ന് ഓക്കെ ആക്കാം. അങ്ങനെ അങ്ങ് ഓക്കെ ആക്കി എടുക്കാൻ പറ്റില്ല. ഇവൻ ആ കുട്ടിയെ ഇഷ്ടമാണ്, സമ്മതിച്ചു. പക്ഷെ ആ ഇഷ്ടം ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താ വേണ്ടത്? അവളെ അറിയിക്കണം. അതിനെന്താ വേണ്ടത്? എന്താ വേണ്ടെന്ന് വെച്ചാൽ ആ കൊച്ചിന് മുന്നിച്ചില്ല, ഉള്ള കാര്യം മുഖത്ത് നോക്കി തുറന്നങ്ങോട്ട് പറയുക. അതാണ് അപ്പച്ചൻ ചേട്ടാ, അതാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ അങ്ങ് പറയുക. അതിന് നീ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. കഷ്ടം. ബാ, അവിടെയാണ് നിനക്ക് തെറ്റിയത്. ആദ്യം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് അത് നേരിട്ട് ചെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതിനൊരു തേർഡ് പാർട്ടിയെ വെക്കാന്നൊക്കെ പറഞ്ഞ
കൊള്ളാവുന്ന പെമ്പിള്ളേരാണെങ്കിൽ അപ്പോഴേ അവൻ്റെ ചീട്ടങ്ങ് കീറും. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അതുകൊണ്ട് നീ നിന്റെ ഇഷ്ടം അവളോട് നേരിട്ട് പറയണം, നാളെ തന്നെ. നാളെ പറയാൻ പറ്റിയ ദിവസമാണ് വാലന്റൈൻസ് ഡേ. പറയുമ്പോൾ അവൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുമായിരിക്കും, നെഗറ്റീവായിട്ട് തന്നെ. അതൊന്നും നീ കാര്യമാക്കണ്ട. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു.